Hi students, okay, we are discussing second unit of block 5, school and peer group, value education. So school and peer groups നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻകൾക്കേഷൻ ഓഫ് വാല്യൂസ് ത്രൂ സ്കൂൾ ആൻഡ് പിയേഴ്സ്. നമുക്ക് എങ്ങനെ വാല്യൂസ് ഈ സ്കൂളിൽ നിന്നും അതേപോലെ ഫ്രണ്ട്സിൽ നിന്നും നമുക്ക് എങ്ങനെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്നാണ്. അതിൽ നമ്മൾ പറഞ്ഞു തന്നത് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിൽഡ്രൻസിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ ഈ പിയർ ഗ്രൂപ്പ്സ് വഴി നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഒരു ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പിയർ ലീഡർ. ഫസ്റ്റ് പോയിൻ്റ് പിയർ ലീഡർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുറച്ച് പേരെ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുക. ഓരോ ഗ്രൂപ്പിൽ നിന്നും സം സ്റ്റുഡൻസ് ആർ സെലക്റ്റഡ് ആസ് ലീഡേഴ്സ്, പിയർ ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കുക. അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, കൗൺസിലിങ്ങിനും അതേപോലെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനും ഡ്രഗ്സ് ആൻഡ് വയലൻസ് അതേപോലെ അങ്ങനെ പ്രിവെൻഷനും അങ്ങനെ കാര്യങ്ങൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ പലതരം കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് നടത്താനും. അപ്പോൾ അതിലൊക്കെ ഇവർക്ക് റോൾ മോഡലായിട്ട് ഇവരെന്നെ നമുക്ക് കാണിക്കുന്ന രീതിയിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. സോ അങ്ങനെ നല്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഒരു കുട്ടി നല്ലൊരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു റോൾ മോഡലായിരിക്കും. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ് പ്രാക്ടീസസ്. എന്തൊക്കെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് പ്രാക്ടീസ് നോക്കാം. കൊളാബറേറ്റീവ് ലേണിംഗ് പ്രാക്ടീസസ് ഇൻവോൾവ് പിയർ മെൻറ്ററിങ് ആൻഡ് ട്യൂട്ടറിങ് പ്രോഗ്രാംസ്. കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് മെൻറ്ററിങ് വരുന്നുണ്ട്, ട്യൂട്ടറിങ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് വളണ്ടിയേഴ്സായിട്ട് എന്ത് ചെയ്യും, മെൻറ്റേഴ്സായിട്ട് മറ്റുള്ള അതായത് പഠിക്കാൻ മോശമുള്ള സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ അക്കാദമിക്കലി ലോ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അവർ സ്കോർ കൂട്ടാൻ സഹായിക്കുന്നു. അങ്ങനെ അതേപോലെ തന്നെ അവർക്ക് അതിനാവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. യൂത്ത് ഓർഗനൈസേഷൻസ്, യൂത്ത് ക്ലബ്സ് ഓർ ഓർഗനൈസേഷൻസ് വിച്ച് ക്യാരി ഔട്ട് many healthy activities like cultural programs, stage plays and dramas, organize charity shows, health camps and so on. അപ്പോൾ യൂത്ത് ഓർഗനൈസേഷൻസ് ഉണ്ട് അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ. സോ ആ ഓർഗനൈസേഷൻസ് ചാരിറ്റി ഷോസ് നടത്താറുണ്ട്, ക്യാമ്പുകൾ നടത്താറുണ്ട്. ദെൻ കൺസർവേഷൻ ഡ്രൈവ്സ് ആർ ഗുഡ് ആക്ടിവിറ്റി വെർ ചിൽഡ്രൻസ് ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ പിയർ ഗ്രൂപ്പ്സ് ആൻഡ് ലേൺ ബിക്കംസ് റെസ്പോൺസിബിൾ സിറ്റിസൺ. ഒരുപാട് നമ്മൾ അങ്ങനത്തെ ഓരോ ഷോകളും ചാരിറ്റികളും ഒക്കെ നടത്തുമ്പോൾ ഇവർ റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് മാറും. ഓരോ സംഘടനകളുണ്ടാവും, ക്ലബ്ബുകളൊക്കെ, യൂത്ത് ഓർഗനൈസേഷൻസൊക്കെ, അത് അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടുത്തെ യുവാക്കളുടെ ഓരോ സംഘടന അല്ലേ, അവരിതേപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കതിൽ ഒരുപാട് എന്താ പറയുക, റോൾ മോഡൽസ് കിട്ടും. ഇറ്റ് ഓൾസോ gives a student to show their hidden talent, മ്യൂസിക്, ഡ്രാമ, ഓർഗനൈസേഷൻ സ്കില്ല്. അങ്ങനെ നമുക്ക് ഓരോരുത്തരും ടാലൻറ്റ് പുറത്തു വരാൻ കഴിയും. അതായത് ഓർഗനൈസേഷൻ സ്കില്ല് എന്താണ്, മ്യൂസിക്, ഡ്രാമ, ഇതൊക്കെ. അതേപോലെ തന്നെ അവരുടെ അപ്രീസിയേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എന്താണ്, നല്ലൊരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവും. പിന്നെ സ്പോർട്സ് ക്ലബ്സ്, അത് നമുക്ക് പോസിറ്റീവ് പിയർ പ്രഷർ ക്യാൻ മേക്ക് എ സ്റ്റുഡൻറ്റ് ഫീൽ ലൈക്ക് ജോയിനിങ് എ സ്പോർട്സ് ക്ലബ് ഇൻ കേസ് ഓഫ് ഗ്രൂപ്പ് ഹി അഡ്മയർസ് ഈസ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഒരു പോസിറ്റീവ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിയർ പ്രഷറിൽ വരുന്നത് കുട്ടിക്ക് ഒരു സ്പോർട്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ തോന്നുക, ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ തോന്നുക. സോ അവിടെ ആ കുട്ടിക്ക് അഡ്മിറേഷൻ കിട്ടുന്നുണ്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ബിൽഡിംഗ് എ ഹെൽത്തി ബോഡി ആൻഡ് ലേണിംഗ് ടു ഹാൻഡിൽ ഫെയിലിയർ ആൻഡ് സക്സസ് ക്വിക്ക്ലി. പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ടീമായിട്ട് വർക്ക് ചെയ്യുക, അതാണ് ടീം സ്പിരിറ്റ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂസാണ്. ഹി ക്യാൻ ലേൺ ഇൻ ദ കമ്പനി ഓഫ് ഹിസ് പിയേഴ്സ്. അല്ലെ, പിയർ ഗ്രൂപ്പ്സും നമുക്ക് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സാധിക്കും. പിന്നെ അതർ ഇനീഷ്യേറ്റീവ് പിയർ ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്.
ഒരു സ്ട്രോങ് പിയർ ഗ്രൂപ്പ് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം. ദ ടീച്ചർ ടീച്ചിങ് ദ കിഡ്സ് നോട്ട് ഓൺലി വാട്ട് ഈസ് റൈറ്റ് ആൻഡ് നോട്ട് റൈറ്റ് ബട്ട് ആൾസോ ഹൗ ടു കൺസിഡർ ദ കോൺസിക്വൻസസ് ആൻഡ് ക്രിട്ടിക്കലി വെയ്റ്റ് ദെയർ ഡിസിഷൻ. നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ടീച്ചിങ്ങിനൊക്കെ നല്ല ഹെൽപ്പായിരിക്കും ടീച്ചേഴ്സിനൊക്കെ. പിന്നെ പിയർ ഗ്രൂപ്പിൽ വരുന്നത് ഡെവലപ്പിംഗ് സെൽഫ് എസ്റ്റീം, ഇൻസ്റ്റിലിംഗ് സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ടീച്ചേഴ്സിന് സെൽഫ് എസ്റ്റീമും അതൊക്കെ നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം, ടീച്ചേഴ്സിന് അതൊക്കെ സാധിക്കും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വൺ ഹാസ് ഓൺ ഇൻസെൽഫ് അല്ലേ. ഒരു സെൽഫ് എസ്റ്റീം, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് സ്വയം നമ്മളെക്കുറിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ മച്ച് വൺ ലൈക്സ്, ആക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ഹിംസെൽഫ് ഹെർസെൽഫ് ആസ് എ പേഴ്സൺ. നമ്മൾ സ്വയം എങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ സെൽഫ് എസ്റ്റീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ ഹു ഹാസ് ഹൈ സെൽഫ് എസ്റ്റീം ഈസ് ഏബിൾ ടു ഡീൽ വിത്ത് ക്രിറ്റിസിസം, ഫെയിലിയർ ആൻഡ് ഡിഫിക്കൽട്ടീസ് ബ്രേവ്ലി. നല്ലൊരു സെൽഫ് എസ്റ്റീം ഉള്ളൊരു ആളാണെങ്കിൽ ആൾക്ക് എന്തെല്ലാം ക്രിറ്റിസിസം വന്നാലും ഫെയിലിയേഴ്സ് വന്നാലും വളരെ ധൈര്യത്തോടു കൂടി നേരിടാൻ സാധിക്കും. വിത്ത് ഹൈ സെൽഫ് എസ്റ്റീം കംസ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് എസ്റ്റീം വരുന്നത് സെൽഫ് കോൺഫിഡൻസ് എന്നാണ്. സെൽഫ് കോൺഫിഡൻസ് കംസ് ഫ്രം ബീങ് ഏബിൾ ടു മേക്ക് ദ റൈറ്റ് ചോയ്സ്. റൈറ്റ് ചോയ്സ് എടുക്കുക എന്നതാണ് സെൽഫ് കോൺഫിഡൻസിൽ വരുന്നത്. ചിൽഡ്രൻസ് ആർ ഏബിൾ ടു മേക്ക് എ ചോയ്സ് ബേസ്ഡ് ഓൺ വാട്ട് ദേ നോ ഈസ് റൈറ്റ് ആൻഡ് സ്റ്റിക്ക് ഓൺ ദെയർ ഡിസിഷൻ ഈവൻ ഇഫ് ദ ഫേസ് പിയർ ഓപ്പോസിഷൻ. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ചോയ്സ് എന്നാണ്. കുട്ടികൾക്ക് എന്തിന് ചോയ്സ് ചെയ്യാൻ സഹായിക്കണം, കുട്ടികളെ അവർക്ക് സാധിക്കണം എന്താണ് ശരി, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കണം. അവർക്ക് ചിലപ്പോൾ എഗെയിൻസ്റ്റ് എന്തുണ്ടായിരിക്കും, ഒപ്പോസിഷൻ ഉണ്ടായിരിക്കാം, എന്നാലും അവരുദ്ദേശിച്ച് ഇതിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയണം. റെക്കഗ്നൈസിങ് പോസിറ്റീവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. In schools, recognition is given to children excelling in academics, sports or co-curricular activities, but recognition and prizes should also be given positive personality traits in students. This can be done as peer group activity. In സ്കൂളുകളിൽ നമ്മൾ അക്കാദമിക്കലി എക്സലൻ്റ് ആയ സ്പോർട്സ് കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എക്സലൻ്റ് ആയവർക്ക് പ്രൈസസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി, ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ കൂടുതൽ കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പ്സിനെ അറിയാൻ സാധിക്കും. അപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ടീച്ചേഴ്സിനെയൊക്കെ കൂടുതൽ ഇവർക്ക് അറിയാൻ പറ്റും. അതേപോലെ ടീച്ചർക്ക് ഇവരെക്കുറിച്ച് അറിയാൻ മറ്റുള്ള സ്റ്റുഡൻസിൽ അറിയാൻ സാധിക്കും. To encourage desirability of good qualities and help students to get rid of their bad qualities, the following activities can be carried out. ഇനി നമുക്ക് കുട്ടികൾക്ക് നല്ല ക്വാളിറ്റീസ് വളർത്തിയെടുക്കാനും ചീത്ത ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ചില ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. The game is called Dumb Charades. Dumb Charades എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് ചെയ്യാം. Where some qualities of a particular students are acted out and students have to identify the student. അപ്പോൾ ഡംബ് ക്യാരറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റീസൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഏത് കുട്ടിയെന്ന് പറയാൻ പറയുക. കെയർ മസ്റ്റ് ഹവർ ബി ടേക്കൺ നോട്ട് ടു ഹേർട്ട് ദ സെൻസിബിലിറ്റി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ഹേർട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, ആളിനെ അഭിനയിച്ച് കാണിക്കുക. ദ പർപ്പസ് ഈസ് ടു ലേൺ ആൻഡ് നോട്ട് ടു മേക്ക് ഫൺ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്തിനല്ല, ഫൺ തമാശയ്ക്കല്ല, ഒരാളിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹെൽപ്പിംഗ് കിഡ്സ് മേക്ക് ആൻഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ഗുഡ് ചോയ്സസ്. പിന്നെ കുട്ടികളെ നല്ല ചോയ്സസ് തിരഞ്ഞെടുക്കാനും അതിൽ വേണ്ടിയിട്ട് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാം. അവിടെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്
നമ്മൾ ക്ലാസ്സിൽ ഓരോ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം, ഓരോ സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എത്തിക്കൽ ദലീമ വരാം, അതായത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. ദെൻ സ്റ്റുഡൻസ് ആർ എൻകേജ് ടു അനലൈസ് ആൻഡ് മേക്ക് ഡിസിഷൻ. എന്നിട്ട് കുട്ടികളോട് അനലൈസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ പറയുക. നോ എന്നാണെങ്കിൽ ഇൻ കേസ് ദ ഡിസിഷൻ ഈസ് ടു സേ നോ, ടീച്ച് ദം ടു ചൂസ് ആൻഡ് യൂസ് വേർഡ്സ് എക്സ്പ്രഷൻസ് ഓൺ ഹൗ ടു റെഫ്യൂസ് എ പിയേഴ്സ് എൻകറേജ്മെൻറ്റ് ടു ഡു സംതിങ് ഹാംഫുൾ. അപ്പോൾ ടീച്ച് ദം ടു ചൂസ് ആൻഡ് യൂസ് വേർഡ്സ് എക്സ്പ്രഷൻസ് ഓൺ ഹൗ ടു റെഫ്യൂസ് എ പിയർ. നമുക്ക് നോ എന്ന് പറയാൻ, നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് നോ എന്ന് പറയാൻ സാധിക്കണം. ടീച്ച് ദം ദ വേസ് ടു സേ നോ ദാറ്റ് വിൽ മേക്സ് ദർ പിയേഴ്സ് റെസ്പെക്റ്റ്. നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ആണ് കിട്ടുക, റാദർ ദാൻ ഷൻ ദം. നമ്മൾ അവരെ കളിയാക്കല്ല ചെയ്യാൻ, നമുക്ക് റെസ്പെക്റ്റ് ആണ് കിട്ടുക. അങ്ങനത്തെ രീതിയിൽ നമുക്ക് നോ എന്ന് പറയാൻ സാധിക്കണം. If they are trained in critical and analytical thinking and good communicative skills, they will use them in their daily lives. അപ്പോൾ അങ്ങനെ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവരവരുടെ ഡെയിലി ലൈഫിൽ അത് യൂസ് ചെയ്യും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അനലറ്റിക്കൽ തിങ്കിങ്, കാര്യങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് നോ യുവർ സെൽഫ് ആണ് ആക്ടിവിറ്റീസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു മുൻകരുതൽ എടുക്കാൻ അവരെ പഠിപ്പിക്കണം. ടീച്ച് ഫോർ തോട്ട്. എൻകറേജ് ദ ഗ്രൂപ്പ് ടു തിങ്ക് ഓഫ് പോസിബിൾ റിസൾട്ട്സ് ടു ബാലൻസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ടു എ പ്രൊപ്പോസ്ഡ് ആക്ഷൻ, ടു തിങ്ക് ഓഫ് ദ ലോങ് ടേം എഫക്റ്റ് ഓഫ് ദെയർ ആക്ഷൻ ആൻഡ് ദെൻ ടേക്ക് എ ബാലൻസ്ഡ് ഡിസിഷൻ. എൻകറേജ് ദ ഗ്രൂപ്പ് ടു തിങ്ക് ഓഫ് പോസിബിൾ റിസൾട്ട്. നമ്മുടെ പോസിബിൾ റിസൾട്ടിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. ദെൻ ബാലൻസ് ചെയ്യാൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അവർ ലോങ് ടേം റിസൾട്ട് എന്താ, ഒരു ആക്ഷൻ്റെ ലോങ് ടേം എഫക്റ്റ് എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുക. പിന്നെ ലേണിംഗ് ടു വെയ്റ്റ് ഡിസിഷൻ. Using the techniques mentioned in point 3, the following activities can be carried out. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഓരോ സിറ്റുവേഷൻസ് കൊടുക്കുക, എന്നിട്ട് അതിൽ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ, യുവർ ഫ്രണ്ട്സ് ആസ്ക് യു ടു മിസ് എ ക്ലാസ് and go for a movie with them. You say no, refuse to go with them, join the group and go. Reason for your decision. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ചോയ്സസ് കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയാണ് നമുക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോവാം. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, ആ കുട്ടി സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്, പോകണമെന്നോ പോകണ്ടെന്നോ, അപ്പോൾ അതിൻ്റെ റീസണും കൂടി എഴുതുക. അടുത്തത് എന്താണ്, യു ആർ ടേക്കിംഗ് എ ടെസ്റ്റ്, യു ആർ ഈഗർ ടു സ്കോർ ഗുഡ് മാർക്സ്, സഡൻലി യു റിയലൈസ് ദാറ്റ് യു ഹാവ് എ ചാൻസ് ടു കോപ്പി ഫ്രം ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. യു സേ നോ ടു ദ ടെംപ്ടേഷൻ, കോപ്പി ദ സ്റ്റുഡൻറ്റ് ആൻസർ ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങളൊരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ നോക്കിയിട്ട് കോപ്പി അടിക്കാൻ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ടെംപ്ടേഷന് യെസ് പറയുമോ നോ പറയുമോ? നോ എന്ന് പറയുമോ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ കോപ്പി അടിച്ചിട്ട് എഴുതുമോ? എന്താണ് നിങ്ങളുടെ തീരുമാനം വെച്ചാൽ അതിൻ്റെ എന്ത് പറയണം, റീസൺ. പിന്നെ യു ആർ അലോൺ അറ്റ് ഹോം വിത്ത് ഫ്രണ്ട്സ്, your parents are not at home, your friends want to watch some forbidden website on the computer. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും മാത്രമേ ഉള്ളൂ, പാരൻസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ നിർബന്ധിക്കുകയാണ് എന്തിന്, വെബ്സൈറ്റ്, ഫോർബിഡൻ, കാണാൻ പാടാത്ത വെബ്സൈറ്റുകൾ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, റെഫ്യൂസ് ആൻഡ് അഡ്വൈസ് യുവർ ഫ്രണ്ട്സ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഒന്നുകിൽ നിങ്ങൾ റെഫ്യൂസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഉപദേശിക്കും. അതല്ലെങ്കിൽ ആ ഒഫെൻസീവായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾ കാണും. ഇതിലെന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്, അതിൻ്റെ റീസൺ എഴുതാം. പിന്നെ യുവർ ഫ്രണ്ട് ക്രാക്സ് ഡേർട്ടി ജോക്സ് ഇൻ ദ പ്രസൻസ് ഓഫ് യങ്ങർ ചിൽഡ്രൻ, എവരി വൺ ലോവ്സ് യു, express your disapproval and refuse to join the crowd, break the friendship, laugh with the crowd. നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഡേർട്ടി ജോക്സ് പറഞ്ഞു, ഒരുപാട് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഡേർട്ടി ജോക്സ് പറഞ്ഞു, എല്ലാവരും ചിരിച്ചു. നിങ്ങളത് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമോ, അതോ അതിൻ്റെ കൂടെ എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിരിക്കും? ഇതിലേത് നിങ്ങൾ ചെയ്യും? യു ഓവർ ഹിയർ എ ഗ്രൂപ്പ് ഗോസിപ്പിംഗ് അബൌട്ട് വൺ ഓഫ് യുവർ ടീച്ചേഴ്സ്. യു സ്റ്റാൻഡ് അപ്പ് ഫോർ ദ ടീച്ചർ ആൻഡ് സ്കോൾഡ് ദ അതേഴ്സ്. ജോയിൻ ദ കോൺവെർസേഷൻ ആൻഡ് ആഡ് യുവർ ഷെയർ ഓഫ് ഗോസിപ്പ് ടു ഇറ്റ്. നിങ്ങൾ കേൾക്കുകയാണ്, എന്താണ് ഗോസിപ്പിംഗ് അബൌട്ട് വൺ ഓഫ് യുവർ ടീച്ചേഴ്സ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിനെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് നിങ്ങൾ കേട്ടു. നിങ്ങൾ എന്താണ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദ ടീച്ചർ ആൻഡ് സ്കോൾഡ് അതേഴ്സ്. നിങ്ങൾ എന്താണ് ആ ടീച്ചർക്ക് വേണ്ടി സംസാരിക്കുമോ, എന്നിട്ട് ഫ്രണ്ട്സിനെ ചീത്ത പറയും, അതോ നിങ്ങൾ ഈ കോൺവെർസേഷനിൽ കൂടും? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? യുവർ പാരൻറ്റ് ആസ്ക് യു ടു സ്റ്റഡി ഹാർഡർ. യു ഒബേ ദം ആൻഡ് പ്രോമിസ് ടു വർക്ക് ഹാർഡ്, റെഫ്യൂസ് ദെയർ അഡ്വൈസ്. നിങ്ങളുടെ പാരൻറ്റ് നിങ്ങളോട് പറയാണ് നന്നായിട്ട് പഠിക്കണമെന്ന്, നിങ്ങളത് അനുസരിക്കുമോ, അതോ അത് അനുസരിക്കാതിരിക്കുമോ? പിന്നെ വരുന്നത് ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിങ്ങളൊരു വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് വന്നു, ഒരു പാർട്ടിക്ക് പോയി, പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോയി, നിങ്ങൾ പാരൻസിനോട് മാപ്പ് ചോദിക്കും, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമോ, അതോ നിങ്ങൾ നുണ പറയുമോ? സം ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് വിൻ ദ സ്കൂൾ ഇലക്ഷൻ, ഗെറ്റ് എ ഹൈ റാങ്ക് ഓർ വിൻ എ പ്രൈസ്. യു കൺഗ്രാറ്റുലേറ്റ് സിൻസിയർലി, റിസെൻറ്റ് ദെയർ സക്സസ് ആൻഡ് മേക്ക് നെസ്റ്റി കമൻറ്റ്സ് ബിഹൈൻഡ് ദ ബാക്ക്. നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് സ്കൂൾ ഇലക്ഷനിൽ നല്ല റാങ്ക് നേടി, പ്രൈസ് നേടി, അപ്പോൾ നിങ്ങളത് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുമോ, അതോ എന്താണ് കളിയാക്കി കമൻറ്റ്സ് പറയുമോ? അതെന്താ നിങ്ങൾ ചെയ്യുക? പിന്നെ അങ്ങനെ കുറേ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, സ്കൂൾസ് ക്യാൻ എൻകറേജ്, അതിന് ശേഷം വരുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. Schools can encourage formation of positive peer groups through peer leader program, collaborative learning practices with the youth organizations. അപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് പിയർ ഗ്രൂപ്പ്സിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ പറയുന്ന പിയർ ലീഡർ പ്രോഗ്രാം, ഇങ്ങനത്തെ ഓരോരോ കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോഗ്രാം യൂത്ത് ഓർഗനൈസേഷൻ, സ്പോർട്സ് ക്ലബിലൂടെയൊക്കെ ചെയ്യാം. പിയർ ലേണിംഗ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ, എങ്ങനെയൊക്കെ നമുക്ക് ലേണിംഗ് ഉണ്ടാക്കാം? സെൽഫ് എസ്റ്റീം ഇനീഷ്യേറ്റ് ചെയ്യാം, നല്ല ചോയ്സസിന് വേണ്ടി കുട്ടികളെ സ്റ്റാൻഡപ്പ് ചെയ്യാം, ടീച്ചിങ് ഫോർസൈറ്റ്, ലേണിംഗ് ടു വെയ്റ്റ് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് കുട്ടികളിൽ നല്ല വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും. സോ ഇതാണ് പിയർ ഗ്രൂപ്പ്സിൻ്റെയും ഇതിൻ്റെയും പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കറിയാം, നമ്മളൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ ഫ്രണ്ട്സാണ് അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ നല്ല ഫ്രണ്ട്സ് ആവുമ്പോൾ കൂടുതലായിട്ട് കുട്ടികളും അവരുടെ ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പർ ആവാൻ വേണ്ടി കുറച്ചുകൂടി നല്ല രീതിയിൽ ആ കുട്ടികൾ പെരുമാറും. അതാണ് ഇതിന് മെയിനായിട്ട് ഇതിൽ കാര്യങ്ങൾ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പിളാണ്, ഇതേപോലെ തന്നെയാണ് അതിന് മുന്നത്തെയായാലും ചാപ്റ്റേഴ്സ് സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷായി.